എത്രയായാലും ഞാൻ രാജിവെക്കില്ല, ഇനിയും നാറുന്നെങ്കിൽ നാറട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റജീനയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ ശേഷം കുഞ്ഞാലിക്കുട്ടി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച പോലെ ദയനീയമായ അല്ലെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമം ദേഹമാസകരം എണ്ണ തേച്ച് വാഴമ്മ കയറാൻ ശ്രമിക്കുന്ന പോലെ പരിഹാസ്യമാണ്. അദ്ദേഹത്തിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ കുടുക്കിൽപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ശ്രീധരനാരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ജോപ്പൻ ഇടപെട്ടു, ജീക്കു ഇടപെട്ടു, ഗൺമാൻ ഇടപെട്ടു, അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിലെ ഫോണിൽ നിന്ന് സരിതയെ വിളിച്ചു. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ 50-55 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനം നടന്ന ആളാണ്, എനിക്ക് ഈ തട്ടിപ്പുകാരുമായി ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനം വിശ്വസിക്കുമായിരുന്നു. വിശ്വസിക്കാത്തത് ജോപ്പന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു, ജിക്കുവിന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു, ഗൺമാന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു, ഈ സലീം രാജ് അല്ലാത്ത മറ്റു 2 ഗൺമാന്മാരുടെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു, ക്ലിഫ് ഹൗസിലെ ഫോണിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, ക്ലിഫ് ഹൗസിലേക്ക് വിളിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയിലെ ഫോണിലേക്ക് സരിത വിളിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ ഫോണിലും സരിതയാണ്, സരിതമയമാണ്. അത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ശ്രീധരൻ നായർ പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കണം, കാരണം ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ കുറിച്ച് ജനങ്ങൾക്ക് പുച്ഛം മാത്രമേ തോന്നുകയുള്ളൂ എന്ന കാര്യം അദ്ദേഹത്തിന് മാത്രം മനസ്സിലായിട്ടില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. ഇത് വെൽഫെയർ പാർട്ടി. നിയമസഭയ്ക്ക് പുറത്ത് വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുടേതാണെന്ന് തോന്നുന്നു പ്രതിഷേധ സമരങ്ങൾ അവിടെ നടക്കുകയാണ്. രഞ്ജിത്ത് അമ്പാടി കൂടുതൽ വിവരങ്ങൾ നൽകും. രഞ്ജിത്ത്, എന്താണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ? രഞ്ജിത്ത്, എന്താണ് നിയമസഭയ്ക്ക് പുറത്ത് ഇപ്പോൾ നടക്കുന്നത്? ആരുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ കണ്ട ദൃശ്യങ്ങളിലുള്ളത്? രഞ്ജിത്തേക്ക് തിരിച്ചു വരാം. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധമാണ്. ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് നിന്ന് മാർച്ച് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. നിയമസഭ വീണ്ടും ചേരാനുള്ള എപ്പോഴേക്ക് ചേരും, എന്താണ് വിവരങ്ങൾ? സനീഷ, കക്ഷി നേതാക്കന്മാരുമായുള്ള സ്പീക്കറുടെ ആശയവിനിമയമാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സഭ സമ്മേളിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇവിടെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ധനവിനിയോഗ ബില്ല് ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുക മാത്രമാണ് ഉണ്ടായത്. ധനവിനിയോഗ ബില്ല് സബ്ജക്ട് കമ്മിറ്റി പരിഗണിച്ച ശേഷം തിരികെ വന്നാൽ മാത്രമേ അത് പാസ്സാക്കാൻ കഴിയുകയുള്ളൂ. നാളെ ആ ബില്ല് ഒരുപക്ഷെ സഭ പരിഗണിക്കും. അതുകൊണ്ട് നാളെ കൂടെയെങ്കിലും സഭാ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അസാധാരണ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ ബില്ലുകളും ഒറ്റയടിക്ക് പാസ്സാക്കിയ ചരിത്രവും സംസ്ഥാന നിയമസഭയ്ക്കുണ്ട്. അതുകൊണ്ട് സഭാ സമ്മേളനം വെട്ടിച്ചിരിക്കുമോ എന്ന അഭ്യൂഹത്തിന് കരുത്തു പകരുന്ന പ്രചാരണങ്ങൾ ഞാൻ ഈ സൂചിപ്പിച്ചതൊക്കെയാണ്. ഇപ്പോൾ സഭ നിർത്തിവെച്ചിട്ട് ഏതാണ്ട് 3/4 മണിക്കൂറേറെ കഴിഞ്ഞിരിക്കുകയാണ്. കക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയം കഴിഞ്ഞാൽ സഭ സമ്മേളിക്കാനാണ് സാധ്യത. എന്നാൽ നിയമസഭയ്ക്ക് പുറത്ത് പ്രക്ഷുബ്ധമായ സംഘർഷാന്തരീക്ഷം ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും പ്രതിപക്ഷത്തിന്റെ ബഹളവും മറ്റും തുടരാൻ തന്നെയാണ് സാധ്യത. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് ഇടതുപക്ഷ സംഘടനകളുടെ തീരുമാനം. ആ നിലയ്ക്കുള്ള പ്രതിഫലനം സഭയ്ക്കകത്തും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചുകൊണ്ടാണ് സോളാർ വിഷയം വീണ്ടും സഭയുടെ സഭാതലത്തിൽ ചർച്ചയ്ക്ക് വന്നത്. ശ്രീ ദിവാകരനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പോലീസ് അതിക്രമത്തെ പറ്റി ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഇതിന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീധരൻ നായരുടെ 164 സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചില പ്രസ്താവനകൾ നടത്തി. അതായത് ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ വിശ്വാസ്യത പരിശോധിക്കണം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയത്. മാത്രമല്ല, ഇത്തരത്തിൽ എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്, അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പിലേക്ക് എത്തേണ്ടത് എന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ശ്രീധരൻ നായരുടെ പുതിയ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടി ഇതാണ്: ശ്രീധരൻ നായർ തന്നെ 2 തവണ കണ്ടു എന്നത് ശരിയാണ്. തുടർച്ചയായി 10 ദിവസം താൻ സോളാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമസഭയ്ക്കകത്ത് മറുപടി പറയുകയാണ്. ഈ നിലപാടിൽ രണ്ടും താൻ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ കോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ശ്രീധരൻ നായർ തന്നെ വന്നു കണ്ടത്. 1ാം തവണ തന്നെ വന്നു കണ്ടത് 2012 ജൂലൈ 9-നാണ്. പിന്നീട് അടൂർ പ്രകാശ് വിളിച്ച ഒരു ഉന്നതതല യോഗത്തിലാണ് വെച്ചാണ് ശ്രീധരൻ നായർ തന്നെ കണ്ടത്. കോറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ യോഗവും. കോറിയുമായി ബന്ധപ്പെട്ട് പിന്നീട് 3 ഉത്തരവുകൾ സർക്കാർ
നായർ പുറത്തിറക്കുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ശ്രീധരൻ നായരുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് വിശ്വാസമില്ല എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അടിക്കടി നിലപാട് മാറ്റുകയാണ്. അങ്ങനെ ഘടകവിരുദ്ധമായ നിലപാടുകൾ പറയുന്ന ഒരാളുടെ വെളിപ്പെടുത്തലിനെ ചൊല്ലി തന്നെ കുറ്റപ്പെടുന്നത് എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മനസാക്ഷിക്കനുസരിച്ചാണ് താൻ മറുപടി പറയുന്നത്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് മുമ്പിൽ താൻ മുട്ടുമടക്കില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ സരിത എസ് നായരോടൊപ്പമാണ് ശ്രീധരൻ നായർ 2012 ജൂലൈ 9 മുഖ്യമന്ത്രി കാണാൻ എത്തിയതെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചു. എന്നാൽ CCTV ഈ കാര്യത്തിൽ ഓഫീസിൽ നിറയെ സന്ദർശകരുണ്ടായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത്. പിന്നീട് കോടിയേരി ബാലകൃഷ്ണനും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ 24 മണിക്കൂറും തത്സമയ സംപ്രേഷണം നടക്കുന്ന വെബ്ക്യാമാണ് തന്റെ ഓഫീസിലുള്ളത്, ഇതിന് റെക്കോർഡിംഗ് ഇല്ല എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി തന്റെ മറുപടി അവസാനിപ്പിച്ചത്. അതിനുശേഷം നിയമമന്ത്രി KM മാണിയും ടീം സോളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയെ കാണുന്നത് 2012 ജൂലൈ 9 എന്നിരിക്കെ അതിനു മുമ്പ് തന്നെ ടീം സോളറുമായി ശ്രീധരൻ നായർ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ധാരണാപത്രം ഒപ്പിട്ടത് 2012 ജൂൺ 25 അങ്ങനെ അതിനു മുമ്പ് തന്നെ ചെക്കും പണവും കൈമാറിയിരുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുന്നത് ശരിയല്ല എന്നായിരുന്നു KM മാണിയുടെ വാദം. ശ്രീജിത്ത്, പ്രതിപക്ഷം ഏത് നിലപാടുകളാണ് സ്വീകരിച്ചത്? പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ സംസാരത്തോടെയാണ് ബഹളം കൂടുകയും പിന്നീട് സഭ പിരിയുന്ന അവസ്ഥയിലേക്ക്, സഭ നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തത്. VS ഇന്ന് ഏത് നിലപാടുകളാണ് സ്വീകരിച്ചത്? കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രതിപക്ഷ നിരകളിലെ പ്രതിപക്ഷ ബെഞ്ചിലെ നേതാക്കന്മാർ എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു? സനീഷ, ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ രാജിയും ജുഡീഷ്യൽ അന്വേഷണവും ആണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി കൂടി ഈ സോളാർ സംഭവവുമായി ബന്ധപ്പെട്ട് രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉയർത്തിയത്. പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ വീണ്ടും രൂക്ഷമായ ഒരു ആരോപണം VS അച്യുതാനന്ദൻ സഭയ്ക്കകത്ത് ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളരെ പരിഹാസ രൂപത്തിലുള്ള വിമർശനമാണ് സർക്കാരിന് നേരെ VS അച്യുതാനന്ദൻ നടത്തിയത്. അതായത് ഇത്രയും ഒക്കെ ഉണ്ടായിട്ടും അധികാര കസേരയിൽ മുഖ്യമന്ത്രി ചടഞ്ഞിരിക്കുകയാണ്. UDF നേതൃത്വമാകട്ടെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന മട്ടിൽ മുഖ്യമന്ത്രിയെ കസേരയിൽ പിടിച്ചിരുത്തുന്നു. ഇത് വളരെ പരിഹാസ്യമായ ഒരു രംഗമാണ് എന്ന് VS അച്യുതാനന്ദൻ ആരോപിച്ചു. അതുകൊണ്ട് DGP വന്ന് പെടലേക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മാന്യമായി ഇറങ്ങിപ്പോവുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ പിടിച്ചു പുറത്താക്കുമെന്നും VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ സർക്കാരിന്റെ തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആഭ്യന്തരമന്ത്രിയും ഒപ്പം തന്നെ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഖ്യമന്ത്രിയും രാജിവെക്കണമെന്നും തട്ടിപ്പുമായുള്ള ബന്ധം മനസ്സിലാക്കി ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ സ്വീകരിച്ച നിലപാട്. വളരെ ശക്തമായ ഒരു പ്രക്ഷോഭവും പ്രതിഷേധവുമാണ് സഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉയർത്തത്. ആ പ്രക്ഷോഭത്തിലാണ് സഭ പൂർണ്ണമായി സ്തംഭിക്കുകയും സഭ പിന്നീട് നിർത്തിവെക്കുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. സനീഷ്.